Good morning, all. Good morning. Unmute അല്ലേ? Unmute അല്ലേ? നിങ്ങളുടെ വോയിസ് ഒക്കെ എല്ലാവരും മെസ്സേജ് അയച്ച് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഡിസ്കഷൻ അല്ലെങ്കിൽ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് അൺമ്യൂട്ട് ആക്കുന്ന സമയത്തൊക്കെ അത് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും അല്ലേ, നമ്മളിപ്പോ മെസ്സേജ് അയക്കുക മാത്രം ചെയ്യാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെറിയൊരു സൗണ്ടിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, എങ്കിലും പരമാവധി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഒരു ചെറിയ ചുമ ഇതൊക്കെ തൊണ്ടയടപ്പ് ഇതൊക്കെ ഉണ്ട്. എങ്കിലും വലിയ കുഴപ്പമില്ലാതൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ആരെങ്കിലും വായിച്ചു നോക്കിയോ? അതോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് കഴിഞ്ഞിട്ട് അത് അവിടെ തന്നെ വെച്ചോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ എന്ന് അറിയാനായിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ? എന്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ല? ഹലോ, ഡൗട്ട്. നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്, വോയിസിന് വലിയ പ്രശ്നമൊന്നും ഇല്ല. എങ്കിലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്നുള്ളൂ അല്ലെ? നമ്മൾ ക്ലാസ്സിൽ 2-3 ക്ലാസ് ആയിട്ടുള്ളൂ. നിങ്ങൾ ഓക്കെ ആയിക്കോളും, സ്റ്റാർട്ടിങ് ഒക്കെ ആണല്ലോ. എന്തായാലും നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. 1-2 ക്ലാസ് ആണ് നമ്മുടെ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ? അപ്പോ എന്തായാലും ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ടാണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. എന്തായാലും അതിന്റെ കുറച്ച് അബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസുകളെ കുറിച്ചിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം. ഓക്കെ, ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അല്ലെ? വി ഹാവ് ഓൾറെഡി ഡിഫൈൻഡ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ? ഇത് ഡെഫിനിഷൻ ഹ്യൂമൻ റിസോഴ്സ് ഇസ് ബേസ്ഡ് ഓൺ വാട്ട് മാനേജേഴ്സ് ഡു, എന്താണ് അതുമായിട്ട് മാനേജേഴ്സിന് എന്തൊക്കെ പ്രവർത്തനങ്ങളൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലെ? ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ടും ചില പ്രവർത്തനങ്ങൾ മസ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കുറച്ച് പഠിക്കാനുള്ളത്. Then the functions performed by managers are common to all organizations. In case നമുക്കറിയാം, ഒരു കമ്പനി ആണെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു ഇൻഡസ്ട്രി ആണ് അല്ലെ, എന്താണെങ്കിലും അവിടെ എല്ലാം തന്നെ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടി തന്നെയായിരിക്കും. അതായത് അവിടെ ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെയുള്ള എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അല്ലെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ആണോ? ശരിയല്ലേ? അത് കമ്പനി ആണെങ്കിലും ഏതൊരു ഫേം ആണെങ്കിലും ഹോസ്പിറ്റലിലെ ഒരു HRM ആണെങ്കിലും എവിടെയാണെങ്കിലും അവിടെയുള്ള എംപ്ലോയീസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് വരുന്നത്. ശരിയാണ് അല്ലേ? ആക്റ്റീവായിട്ട് വരിക അല്ലേ? ശരിയല്ലേ? നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളും കൂടി കോപ്പറേറ്റ് ചെയ്ത് പോയാലാണ് എളുപ്പത്തിൽ നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും നിങ്ങൾ ഇങ്ങനെയാണോ? സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാണോ? സൈലന്റ് ആണോ?
ഇടയ്ക്കൊക്കെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തു പോകട്ടോ. Okay, then for the convenience of the study, the functions performed by the resource management can broadly be classified into two categories. Okay, നമ്മുടെ സൗകര്യാർത്ഥം ഇതിനെ നമുക്ക് റിസോഴ്സ് മാനേജ്മെന്റിനെ രണ്ട് രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാം. അതായത് പഴയ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു വിങ് തന്നെ ഉണ്ടായിരുന്നില്ല അല്ലെ. അവിടെ ഒരു പേഴ്സണൽ മാനേജർ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അസിസ്റ്റന്റ് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെയാണ് ഹാൻഡിൽ ചെയ്തത്. അതായത് അവിടുത്തെ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ മാനേജറിന്റെ റോളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഈ ഒരു കാര്യത്തിന് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. അതിന് കാരണം എന്തുകൊണ്ടാണ് നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലും ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ആണ് അല്ലെ. ഒരു മറ്റുള്ള അസറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏത് അസറ്റ് ആണ്? മിഷനറി ആണോ, ഫിനാൻസ് ആണോ? ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ. ഹ്യൂമന്റെ ആ ഒരു റിസോഴ്സസ് അത് പ്രധാനമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ ഏതൊരു കമ്പനിക്ക് അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിനും പിടിച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രാധാന്യ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ HRM ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പ്രാധാന്യത്തോടുകൂടി പ്രവർത്തിക്കുന്നത്. നമുക്ക് അവരുടെ പ്രവർത്തനങ്ങളിലെ പ്രധാനമായിട്ടും വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം പ്ലാനിങ് അല്ലെ. ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ഏതോ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു നിശ്ചിത ലക്ഷ്യം ഉണ്ടാവും അല്ലെ. ഒരു മിനിമം ഒരു കുറച്ച് പേരെ ഒരു 10 പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ വ്യത്യസ്ത ഡിവിഷനിലുള്ള ജോലിക്കാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നടത്തേണ്ട ഒരു ബിസിനസ് ആണെങ്കിൽ അതിന്റെ ഓരോ ബ്രാഞ്ചിനെ അനുസരിച്ചിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട് അല്ലെ. അതിനനുസരിച്ചിട്ട് തന്നെ ആ ഒരു വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന്റെ ഒരു നേരത്തെ കൂട്ടിയൊരു ആസൂത്രണം അല്ലെ, ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. എന്താണോ ബിസിനസ് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട രീതിയിൽ നേരത്തെ കൂട്ടി ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലെ. ഒരു ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട പ്ലാനിങ് ഒക്കെ തീർച്ചയായിട്ടും നേരത്തെ കൂട്ടി തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പൊ പ്ലാനിങ് നോക്കുക. പ്രിപ്പയറിംഗ് ഫോർകാസ്റ്റ് ഓഫ് എ ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻസ് എൻവയോൺമെന്റ്, മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ് ആൻഡ് ഇന്റേണൽ സ്ട്രാറ്റജീസ്. ഓക്കെ, നമ്മളിപ്പോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബിസിനസ് ഫാം അല്ലെ, അതെന്താണോ? ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഫാം ആയിരിക്കും അല്ലെ. ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ടീച്ചിങ്ങോ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സർവീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. എനിവേ എന്താണെങ്കിലും അത് ശരിക്കും എന്താണ് അതിന്റെ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ. ഏതൊരു സ്ഥാപനമാണെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് നീഡ്, അതായത് ആ ഒരു ഓർഗനൈസേഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് അതിന്റെ ആവശ്യകത അത് കണ്ടത്. അതിന്റെ വെളിച്ചത്തിലാണ് ഈ ഒരു പ്ലാനിങ് നടപ്പാക്കേണ്ടത് അല്ലെ. ഫോർകാസ്റ്റിംഗ് ആണ്, അതായത് നേരത്തെ കൂട്ടിയുള്ള ഒരു തയ്യാറാക്കലാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള നേരത്തെ കൂട്ടിയുള്ള തയ്യാറാക്കൽ? ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട നേരത്തെ കൂട്ടിയുള്ള ഒരു പ്ലാനിങ് ആണ്. അത് ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ആ ഓർഗനൈസേഷൻ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള അല്ലെ അതിന്റെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളും ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിന്റെ നേരത്തെ കൂട്ടിയുള്ള തയ്യാറാക്കലാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇതിന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇന്റേണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇൻക്ലൂഡിംഗ് ഇസ് സ്ട്രക്ചർ, കൾച്ചർ, ടെക്നോളജി ആൻഡ് ലീഡർഷിപ്പ്. നമുക്കറിയാം ചിലതൊക്കെ ചില ബിസിനസ് ഫേമൊക്കെ എന്താണ് അത് മെക്കാനിക്കൽ അല്ലെ മെഷീൻ ഓറിയന്റഡ് ആയിട്ടുള്ള കുറെ ബിസിനസ് ആയിരിക്കും. അതായിരിക്കും ഒരുപാട് യൂസേജ് വരുന്നത്. അപ്പൊ ടെക്നിക്കൽ സ്റ്റാഫിനെയായിരിക്കും അവിടെ കൂടുതലായിട്ട് വേണ്ടി വരുന്നത് അല്ലെ. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അങ്ങനെ വ്യത്യസ്ത അല്ലെ. ചിലത് ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം അവിടെ ഹ്യൂമന്റെ എഫേർട്ട് ധാരാളം വേണ്ടി വരും അല്ലെ. മെഷീന്റെ ഹെൽപ്പിനേക്കാളും കൂടുതൽ മെഷീൻ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നല്ല, മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ എന്താണ് ഹ്യൂമന്റെ റിസോഴ്സസ് ആണ് അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു അതിന്റെ ശക്തി ഇന്റേണൽ ആയിട്ട് എന്തോരം പേഴ്സൺസ് അവിടെ വേണം, അതില് എന്തെങ്കിലും വീക്ക് പോയിന്റ്സുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഘടന എന്താണ്, അതിന്റെ ആ ഒരു സാംസ്കാരിക അല്ലെ അത് ഏതൊക്കെ രീതിയിലാണ്. ചിലപ്പോ ടോപ്പ് ലെവലില്, മിഡിൽ ലെവലില്, ലോവർ ലെവലിലുള്ള ജീവനക്കാരെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഫേം ആയിരിക്കും. അപ്പൊ അതിന്റെ ആ ഒരു രീതി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഫേം ആണോ, അതല്ലെങ്കിൽ ചിലതിനൊക്കെ ലീഡർഷിപ്പിന്റെ അല്ലെ ഒരു ലീഡർ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളുടെ ആവശ്യകതയാണോ ഓരോ വിഭാഗത്തിനും വേണ്ടി വരുന്നത്. അപ്പൊ അതെല്ലാം അനുസരിച്ചിട്ട് ഓരോ ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യകതയെ
നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്ന ഫംഗ്ഷൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റാഫിങ്. ഇപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലാനിങ് ആണ്, ദെൻ സ്റ്റാഫിങ്. ഇപ്പൊ നമ്മള് ഇത്രയും അല്ലെ അവിടെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ obtaining people with the appropriate skills, abilities, knowledge and experience to fill jobs in the work organization. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഇപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ പേഴ്സൺസിന്റെ ആവശ്യകതയുള്ള ചില ഓർഗനൈസേഷനുകളുണ്ട്. അതേമാതിരി തന്നെ ഒരുപാട് ഫീൽഡ് വർക്കേഴ്സിന്റെ ആവശ്യകതയുള്ള ചില ബിസിനസ് ഫേമുകൾ ഉണ്ടാവും. ഏത് തരത്തിലുള്ള ബിസിനസ് ഫേം ആണെങ്കിലും ഓരോ ജോബിനും അനുയോജ്യമായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ നോളജ് അല്ലെ അറിവുകളൊക്കെ ഉള്ള വ്യക്തികളെ കണ്ടെത്തേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടാവാം, പക്ഷെ നമുക്ക് അനുയോജ്യമായ അല്ലെ നമ്മുടെ ആ ഒരു ബിസിനസ് ഫേമിന് അനുയോജ്യമായ ജോലി ചെയ്യാൻ യോഗ്യനായ വ്യക്തികളെ കണ്ടെത്തേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പൊ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻ കേസ് നമ്മൾ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നടത്തുകയാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് യോഗ്യനായ വ്യക്തിയെ സെലക്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ ജോലിക്ക് ഇത്തരത്തിലുള്ള അബിലിറ്റീസ് കഴിവുകളോ അല്ലെങ്കിൽ നോളജ് ഉള്ള വ്യക്തികളെയാണ് കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്തി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ആ ജോലിക്ക് നമ്മൾ നിയമനം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ obtaining people with the appropriate skills, abilities, knowledge and experience to fill jobs in the work organization. അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പേഴ്സണെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. കീ പ്രാക്ടീസ് ആർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് അനാലിസിസ് ആൻഡ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻസ്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സ്റ്റാഫിംഗ് എന്നുള്ള പ്രോസസ്സ് നടപ്പാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എത്രത്തോളം തൊഴിലാളികൾ വേണമെന്ന് ആദ്യം തന്നെ പ്ലാനിങ് ചെയ്യേണ്ടതുണ്ട്. അത് ഏത് തരത്തിലുള്ള ജോലിയാണ്, ആ ജോലിക്ക് അനുയോജ്യമായുള്ള വ്യക്തികളെയാണോ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ റിക്രൂട്ട്മെന്റ് നടപടികൾ നടത്തേണ്ടതായിട്ട് വരും. എന്താണ് റിക്രൂട്ട്മെന്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ എന്നൊക്കെ പറയുന്നത് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോ അതിലൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ഒരുപാട് പേര് എന്താണ് നമ്മുടെ ബിസിനസ് ഫേമിലേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന ഒരു നടപടിയാണ് അല്ലെ. അപ്പൊ ആ റിക്രൂട്ട്മെന്റ് അനലൈസ് ചെയ്തിട്ടാണ് ഏറ്റവും യോഗ്യനായ വ്യക്തികളുടെ ആപ്ലിക്കേഷൻസ് അവര് സെലക്ട് ചെയ്യുന്നത്. then അതിനുശേഷം എന്താണ് ആ ഒരു ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്താൽ ചിലപ്പോൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കും, കസ്റ്റമർ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കും നമ്മൾ എന്താ ആ പേഴ്സൺസിന് ജോലി വാഗ്ദാനം ചെയ്യുന്നത് അല്ലെ, ജോലിയിലേക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നത്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്റ്റാഫിംഗ് എന്ന ഫംഗ്ഷനിലാണ് കൈകാര്യം ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും നിർവഹിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റാ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? ബിസിനസ് ഫേമില് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണോ? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണോ? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണോ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? HR. ഓക്കെ, അപ്പൊ നിങ്ങളെ ഒന്ന് രണ്ട് പേര് കുറച്ച് പേരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത് പോകും. അപ്പൊ ഇപ്പോഴേ തന്നെ ഇരുന്നങ്ങനെ പഠിച്ചു പോകാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ പ്ലാനിങ് നമ്മൾ കണ്ടു. നെക്സ്റ്റ് സ്റ്റാഫിങ്. ഈ പറഞ്ഞ മാതിരി ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ അപ്പോയിന്റ്മെന്റ് ഓർഡറിലേക്ക് എത്തിപ്പെടുന്ന തരത്തിലുള്ള വർക്കുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് എന്താണ്? ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, പ്ലാനിങ് സ്റ്റാഫിങ്ങും ഒക്കെയാണോ? ാണോ? യെസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡെവലപ്പിംഗ്. അപ്പൊ നിങ്ങൾ ഈ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോ കീ പ്രാക്ടീസ് ആർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് അനാലിസിസ് ആൻഡ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻസ് ഒക്കെ ഇപ്പൊ സ്റ്റാഫിംഗ് എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടാം നമുക്കറിയാം. ഈ ഒരു പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചുള്ള പ്ലാനിങ്ങും ജോബ് അനാലിസിസും റിക്രൂട്ട്മെന്റ് സെലക്ഷൻ കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റാഫിംഗ് എന്ന പ്രോസസ്സിലാണ് നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ ആ ഫംഗ്ഷനിലാണ് അത് നടപ്പാക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ അല്ലെ എന്താണ് സ്റ്റാഫിംഗ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാം എന്താണ് യോഗ്യരായ വ്യക്തികളെ, യോഗ്യരായ തൊഴിലാളികളെ കണ്ടെത്തി അപ്പോയിന്റ്മെന്റ് നടപടികളിലേക്ക് എത്തിപ്പെടുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന ഫംഗ്ഷനിൽ നടപ്പാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഡെവലപ്പിംഗ്.
എന്താണ് ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് നോക്കാം. അനലൈസിംഗ് ലേണിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ ദാറ്റ് employees possess the knowledge and the skills to perform satisfactorily in their jobs or to advance in the organization. ഓക്കെ, നമുക്ക് ഇപ്പോ ഈ പറഞ്ഞ മാതിരി ആവശ്യങ്ങൾ അല്ലെ, അവർക്ക് കൃത്യമായിട്ട് തന്നെ നോളജും സ്കില്ലും ഒക്കെ ഉള്ള പേഴ്സൺസിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. പിന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് നമ്മൾ എന്താണ് അപ്പോയിന്റ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം ആ ഒരു ബിസിനസ്സിനോട് പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ ആ ബിസിനസ്സിൽ എന്താണോ അല്ലെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പെട്ടെന്നുള്ള സ്കില്ലും അല്ലെ ഒരു കഴിവും നോളജും അദ്ദേഹം മെയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട് അല്ലെ. ഏതൊരു തൊഴിലാളിയാണെങ്കിലും ആ വ്യക്തി പ്രത്യേകമായിട്ട് അതിനുള്ള നോളജും സ്കില്ലും നേടിയെടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അനലൈസിംഗ് ലേണിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ ദാറ്റ് എംപ്ലോയീസ് പൊസസ് ദ നോളജ് ആൻഡ് സ്കിൽസ് ടു പെർഫോം സാറ്റിസ്ഫാക്ടറിലി ഇൻ ദർ ജോബ്. ആ ജോലി ചെയ്യാനായിട്ട് അല്ലെ, ഏതൊരു തൊഴിൽ ഫേം ആണോ ആ തൊഴിൽ ഫേമില് എന്താണ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി ചെയ്യാനായിട്ട് അത് സംതൃപ്തിയോട് കൂടിയിട്ട്, അതായത് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് ചെയ്യാൻ ആവശ്യമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യകതയുണ്ടോ? നമുക്കറിയാം ചെറിയ ചെറിയ ട്രെയിനിങ് ഒക്കെ ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ട വരും അല്ലെ. ഓക്കെ, നമുക്കറിയാം എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ, അതല്ലെങ്കിൽ നോളജ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാവാം. എനിവേ നമ്മുടെ പുതിയ ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെടാൻ ചിലപ്പോൾ അവർക്ക് ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതിന്റെ ആവശ്യകത ഉണ്ടോ അല്ലെ, അത് എന്താണോ ഇദ്ദേഹത്തിന് വേണ്ടത് അതിനെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്യുന്നതാണ് ഈ ഡെവലപ്പിംഗ് പ്രോസസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ടു അഡ്വാൻസ് ഇൻ ദ ഓർഗനൈസേഷൻ, അത് തീർച്ചയായിട്ടും ഇത് ഇവർക്ക് കൊടുക്കുമ്പോഴേ തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴും അവർക്ക് എന്താണ് അത് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ അവർ നേടിയെടുക്കും അല്ലെ. പെർഫോമൻസ് അപ്രൈസൽ ക്യാൻ ഐഡന്റിഫൈ എംപ്ലോയി കീ സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസ്. അതായത് നമുക്കറിയാം അവര് നല്ല പ്രകടനം അല്ലെ, നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഓക്കെ അവര് സ്കില്ലും നോളജ് നേടിയ ഒരു വ്യക്തി തന്നെയാണ്. ദെൻ അതല്ല എങ്കിലാണ് അവർക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരുടെ നോളജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് ഓക്കെ ആണെങ്കിൽ എന്താ പ്രത്യേകത, അവർക്ക് എന്തെങ്കിലും അല്ലെ ഒരു എന്താണ് മത്സരാധിഷ്ഠിതമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യേണ്ട വരുമ്പോഴോ എന്തെങ്കിലും പുതിയ പുതിയ ചലഞ്ചസ് ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ചിലപ്പോൾ മെഷീനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട് പോകാനൊക്കെ ആയിട്ടുള്ള നോളജ് അവർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ സമ്പാദിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഏത് ചലഞ്ചസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു പവറും അദ്ദേഹം അവരൊക്കെ നേടിയെടുക്കും. കാരണം ഓട്ടോമാറ്റിക്കലി അവർ ഓൾറെഡി ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട സ്കില്ലും നോളജും സമ്പാദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചലഞ്ചസ് വന്നാലും ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പൊ അവരുടെ പ്രകടനം വിലയിരുത്തിയിട്ടാണ് ഈ ഒരു കാര്യം വേണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കുന്നത്. വീണ്ടും എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരുടെ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്യണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കുന്നത് പെർഫോമൻസ് അപ്രൈസൽ നടത്തിയിട്ടാണ്. ചെയ്യണോ? ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ്. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ ക്യാൻ ഐഡന്റിഫൈ എംപ്ലോയീസ് കീ സ്കിൽ ആൻഡ് കോമ്പിറ്റൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ 3 പോയിന്റ് കണ്ടു, പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിംഗ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മോണിറ്ററിങ്. ഓക്കെ, മോണിറ്ററിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം ദ ഡിസൈൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിവാർഡ് സിസ്റ്റംസ്. Human resource practice include job evaluation, performance appraisal, pay and benefits. ഓക്കെ, മോണിറ്ററിങ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു കമ്പനിക്ക് ആകുമ്പോൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നവരാണ് അല്ലെ. അവിടെ അവരെല്ലാവരും നല്ല തൃപ്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിന് നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. കമ്പനിക്ക് പ്രതീക്ഷിച്ച ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതേസമയം അവര് സമൃദ്ധമായിട്ടുള്ള വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചിട്ട് അവരെ വർക്ക് ചെയ്യാനായിട്ട് പ്രാപ്തരാക്കണമെന്ന് പറഞ്ഞു. വീണ്ടും നമുക്കറിയാം അവർ കുറച്ചും കൂടി നല്ല അല്ലെ ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആ ഒരു കമ്പനിയോട് ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് വേണം അല്ലെ. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്താണ് ചിലപ്പോൾ കൂടുതൽ ജോലി ചെയ്യുകയാണെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലെ ബെനിഫിറ്റ്സുകളൊക്കെ അവർക്ക് നേടിക്കൊടുക്കണം. അപ്പൊ എന്തെങ്കിലും റിവാർഡുകൾ അല്ലെ അവരെ ഒന്ന് ഇച്ചിരി കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റിവാർഡുകളെല്ലാം കൊടുത്ത് അവരെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അവരെന്താണ് മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് മാക്സിമം അവരുടെ കഴിവുകൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസസ് എന്താണ് ഇവാലുവേറ്റ് ചെയ്യും ഓരോ വ്യക്തികളുടെയും പ്രകടനങ്ങളൊക്കെ എത്രത്തോളമാണ്
ഇനി മാക്സിമം അവരെ കൊണ്ട് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ റിവാർഡ് വേണോ, അല്ലെ, അവരുടെ ആ ഒരു പെർഫോമൻസുകൾ വിലയിരുത്തിയിട്ടാണ് അതിന്റെ ആവശ്യകതയുണ്ട് എങ്കിൽ അവര്, അല്ലെ, ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ് മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളായിരിക്കും. എന്താണ് മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? അതായത് പണത്തോടു കൂടി, അല്ലെ, സാലറിയൊക്കെ കൂട്ടി കൊടുക്കുന്ന ഒരു രീതിയാണെങ്കിൽ അത് മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്. നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് പണത്തിന്റെ ഇടപാടല്ല, അല്ലാതെ എന്തെങ്കിലും അലവൻസുകളൊക്കെ കൊടുക്കുന്നത്, അല്ലാതെ എന്തെങ്കിലും, അല്ലെ, ചിലപ്പോൾ ഒരു ട്രിപ്പ് സംഘടിപ്പിച്ച് അവർക്ക് ഇച്ചിരി കൂടി നല്ല എൻജോയ്മെന്റ് ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ, അല്ലെ, എന്തെങ്കിലും പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുക, റിവാർഡുകൾ കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് പവർ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും, അല്ലെ, അവർക്ക് അല്ലാത്ത രീതിയിൽ ഒരു എന്താണ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ്സുകൾ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് മാക്സിമം അവരെ എഫേർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പ്രാപ്തരാക്കുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആര് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അപ്പൊ മോണിറ്ററിംഗ് എന്നാണ് അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒക്കെയാണോ? നിങ്ങൾ ഓർത്ത് വെക്കുക, മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ റിവാർഡുകളൊക്കെ കൊടുത്ത് അവരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട്, അല്ലെ, യോഗ്യരാക്കുന്ന ഒരു രീതിയാണ്, ആ ഒരു ഫംഗ്ഷനാണ് അവിടെ നടപ്പാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിൻറ്റെയിനിങ്. മെയിൻറ്റെയിനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? the administration of reward systems, human resource practice include job evaluation, performance appraisal, pay and benefits. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? മെയിൻറ്റെയിനിങ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിവാർഡ് സിസ്റ്റംസ്, അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ റിവാർഡുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അല്ലെ, അത് ഏത് രീതിയിലാണെന്നുള്ള രീതിയിലുള്ള ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസ് ഇൻക്ലൂഡ് ജോബ് ഇവാലുവേഷൻ, പെർഫോമൻസ് അപ്രൈസൽ, പേ ആൻഡ് ബെനിഫിറ്റ്സ്. ഈ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ് ഇവിടെ എടുത്തു വന്നിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത, അല്ലെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. ആ മെയിൻറ്റെയിനിങ് മോണിറ്ററിംഗ് എന്ന് പറയുന്ന ആ പോയിന്റില് മെയിൻറ്റെയിനിങ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കട്ട് ഔട്ട് ചെയ്താൽ മതി, മോണിറ്ററിംഗ് മാത്രം നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഓക്കെയാണോ? Okay. Then managing relationships. എന്താണ് മാനേജിങ് റിലേഷൻഷിപ്സിൽ പറയുന്നത്? Encompasses a range of employee involvement or participation schemes in a non-union or a union workplace. Okay, നമ്മളിപ്പോ ഒരുപാട് റിലേഷൻഷിപ്പും കൂടി ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്, അല്ലെ. വലിയ വലിയ കമ്പനിക്ക് ആണെങ്കിൽ എന്താണ് അവിടെ എംപ്ലോയർ എന്നുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്, അവിടെ ചിലപ്പോൾ യൂണിയനുകളൊക്കെ പ്രവർത്തിക്കാനായിട്ട് സാധ്യതകളുണ്ട്, അല്ലെ. അപ്പൊ യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിലായിരിക്കും എന്തെങ്കിലും ബെനിഫിറ്റ്സ്, അല്ലെ, അവർക്ക് എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എംപ്ലോയർ നടപ്പാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ യൂണിയൻ നേതാക്കളുടെ പുറകെ നിന്നിട്ടായിരിക്കും അവര് ബാർഗെയിൻ ചെയ്ത് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവരോടൊക്കെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് ആ ഓർഗനൈസേഷന് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ മൂവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി യൂണിയന്റെ നേതൃത്വത്തിലെ എല്ലാ സ്ട്രൈക്കും ലോക്കൗട്ട് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെയാണോ? ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ ഒരു റിലേഷൻഷിപ്പ് എന്താന്നുള്ളത്? ഓക്കെ, അപ്പൊ അവിടെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്, അവിടെ ആ ഒരു റിലേഷൻഷിപ്പ്, അല്ലെ, എല്ലാവരോടും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാലാണ് അത് കൃത്യമായിട്ട് തന്നെ ആ കമ്പനിക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ. In a union environment, this include negotiating contracts and administrating the collective agreement. നമുക്കറിയാം യൂണിയന്റെ നേതൃത്വത്തിലായിരിക്കും ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്നത്, അല്ലെ. യൂണിയന്റെ നേതൃത്വത്തിൽ നമുക്കറിയാം മിക്കപ്പോഴും വലിയ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ ചർച്ച സംഘടിപ്പിച്ചു, ചർച്ച പിരിഞ്ഞു പോയി, അല്ലെ, ചർച്ചയ്ക്ക് തീരുമാനമുണ്ടായി എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കാരണം ഇത് പ്രധാനമായിട്ടും വരുന്നത് എങ്ങനെയാണ്, എന്താണ് എംപ്ലോയറിൽ നിന്ന് അവിടെയുള്ള തൊഴിലാളികൾക്ക് ആവശ്യമായ ചില കാര്യങ്ങളെല്ലാം നടപടികളൊക്കെ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ നമുക്കറിയാം എംപ്ലോയറിൽ അവർക്കും അവരുടേതായ അവകാശങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്കും എന്താണ് ഗവൺമെന്റ് പറയുന്ന അത്ര അനുസരിച്ചിട്ടുള്ള ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടാവാം. ഒരുപക്ഷെ എനിവേ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എംപ്ലോയറുടേതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാത്തത്. എന്തൊക്കെയായാലും
അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ തീർച്ചയായിട്ടും എന്താണ് യൂണിയന്റെ നേതൃത്വത്തിലായിരിക്കും അവർ ബാർഗെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന് പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. അവരെയൊക്കെ അനുദീപിച്ച് അല്ലെ ആ ചർച്ചയിലേക്ക് ഒരു നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെ ഭരണ നിർവഹണത്തിലൊക്കെ നല്ല നല്ല തീരുമാനങ്ങളൊക്കെ അല്ലെ നല്ല നല്ല എഗ്രിമെന്റുകളിലൊക്കെ ഒപ്പുവെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള നല്ല കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടതും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ മാനേജിങ് റിലേഷൻഷിപ്പ് അപ്പൊ നമ്മൾ എത്ര പോയിന്റ് പഠിച്ചു? പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിംഗ്, മോണിറ്ററിങ്, മാനേജിങ് റിലേഷൻഷിപ്പ്. ഓക്കെ, എല്ലാ പോയിന്റും ഓക്കെയാണോ? ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നിങ്ങൾ പഠിച്ചു തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെയാണ്. നെക്സ്റ്റ് നോക്കാം, ഇവാലുവേറ്റിംഗ്. ഇവാലുവേറ്റിംഗ് എന്ന് വെച്ചാൽ വിലയിരുത്തൽ അല്ലെ. ഡിസൈനിങ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ് ദാറ്റ് മെഷർ, evaluate and communicate the value added component of a human resource practice and the entire human resource system to the organization. നമുക്കറിയാം എപ്പോഴും എവാലുവേഷൻ വേണം അല്ലെ, വിലയിരുത്തൽ നമുക്ക് ആവശ്യമാണ് അല്ലെ. അതില് ഹ്യൂമൻ റിസോഴ്സ് വിങ്ങില് എന്തെങ്കിലുമൊക്കെ മൂല്യങ്ങളൊക്കെ മാറ്റി അല്ലെ, വാല്യൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണോ മൂല്യം കൊടുത്ത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അത് അനുസരിച്ചിട്ട് തന്നെ നമുക്ക് അവിടെയുള്ള എംപ്ലോയീസിനെയും കൈകാര്യം ചെയ്തു പോകണം അല്ലെ. അവിടെ ചിലപ്പോഴെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പോ ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെലവും കൂടി നമ്മൾ നോക്കണം അല്ലെ. എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ പാക്കേജുകൾ അംഗീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് മുടക്കാനുള്ള ശേഷി ആ ഒരു തൊഴിലുടമയ്ക്ക് ഉണ്ടോ എന്നുകൂടി കൺസിഡർ ചെയ്യണം അല്ലെ. അത് നഷ്ടത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ ബെനിഫിറ്റ്സ് കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? ചിലപ്പോൾ കൂട്ടി പോവേണ്ടി വരും അല്ലെ. അസംസ്കൃത വസ്തുക്കൾ മേടിക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞിരിക്കുക, അവിടെയുള്ള എംപ്ലോയീസിനെ തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോഴെങ്കിൽ പിന്നെ അല്ലെ ആ അസംസ്കൃത വസ്തുക്കൾ സംഘടിപ്പിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ പ്രൊഡക്ഷനും ആ ഒരു കമ്പനിയുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ എന്താണ് മൂല്യത്തോടു കൂടിയിട്ട് തന്നെയായിരിക്കാം അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെ. ഒരിക്കലും ഉൽപാദന ചെലവ് അതിനേക്കാൾ കൂടുതലാവാൻ പാടില്ല ഇത്തരത്തിലുള്ള എന്താണ് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ. അതുകൊണ്ടാണ് പറയുന്നത് ഡിസൈനിങ് പ്രൊസീജിയർ ആൻഡ് പ്രോസസ് ദ മെഷർ, evaluate the communicate the value added component of a human resource practice and the entire human resource system to the organization. ഓർഗനൈസേഷന്റെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ചിട്ടായിരിക്കണം അവിടെയുള്ള എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്. നമ്മളിപ്പോ ഒരു ട്രെയിനിങ് പാക്കേജ് കൊടുക്കണം അല്ലെ, അവരുടെ സ്കിൽ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. നമുക്കറിയാം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ടാവും അല്ലെ. ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പാക്കേജുകൾ കൊടുക്കണമെങ്കിലും അതിൻ്റെതായിട്ടുള്ള റിസ്കുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്കറിയാം ഇതെല്ലാം കൊടുക്കുമ്പോൾ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അതിൻ്റെതായ റിട്ടേൺ കമ്പനിക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ ഇതെല്ലാം പൊരുത്തപ്പെട്ടു പോകാനുള്ള ശ്രദ്ധയും കൂടി കൈകാര്യം ചെയ്തിട്ട് വേണം ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് വിലയിരുത്തുക അല്ലെ. എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയിട്ടായിരിക്കണം ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നിങ്ങളെ പോയിന്റ്സുകളെല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കുക. എന്താണ് ഹൗ മെനി ഫങ്ഷൻസ് എന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ അല്ലെ നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നുള്ള രീതിയിൽ ഫങ്ഷൻസ് ചോദിക്കാം. അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. എന്താണ് നമ്മുടെ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇതായിട്ടുള്ള രീതിയിൽ ഫങ്ഷൻസ് നോക്കുമ്പോൾ പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിംഗ്, മോണിറ്ററിങ്, ദെൻ മാനേജിങ് റിലേഷൻഷിപ്പ്, ഇവാലുവേറ്റിംഗ്. വിച്ച് ഇസ് ദ ലാസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വിച്ച് ഇസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ എന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പ്ലാനിങ് ആണ് ഫസ്റ്റ്, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവാലുവേറ്റിംഗ് ആണ് അല്ലെ. ഞാൻ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണും. എന്താണ് സ്റ്റാഫിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കാം. നേരെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സ്റ്റാഫിംഗ് ഫംഗ്ഷനിൽ വരുന്നത്. ഓക്കെ, ഡെവലപ്പിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ സ്കില്ലും നോളജും വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് അനലൈസേഷൻ ആണ്. ദെൻ അതേമാതിരി തന്നെ മോണിറ്ററിംഗ് ആണെങ്കിലും നമുക്കറിയാം എന്താണ് റിവാർഡുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ്. ദെൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷന് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. ദെൻ ഇവാലുവേറ്റിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ഓക്കെ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ചെലവാക്കിയാൽ കൃത്യമായിട്ട് തന്നെ അവരിലേക്ക് അല്ലെ അവിടെയുള്ള എംപ്ലോയീസിന് വിചാരിച്ച നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ, ആ കോസ്റ്റും അതിന്റെ ബെനിഫിറ്റ്സും തമ്മിൽ ഒക്കെയാണോ ഈക്വലൈസേഷൻ വരുന്നുണ്ടോ എന്നൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിലെ വാല്യൂ ആഡഡ് കമ്പോണൻസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നൊക്കെ ഓർത്ത് വെക്കാം. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞിരുന്നു. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് കൺസെപ്റ്റ് ആണ് അല്ലെ. പണ്ട് ഈ ഇത്രയും പ്രാധാന്യം ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും പ്രാധാന്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾക്കറിയാം പഴയ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹ്യൂമൻ എഫേർട്ട് മാത്രമേ ഉള്ളൂ അല്ലെ. അവിടെ മെഷീന്റെ ഒന്നും ഉത്ഭവങ്ങളൊന്നും ഇല്ല അല്ലെ. പിന്നീടാണ് മെഷീന്റെ ഒക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നത്. അപ്പൊ മെഷീൻ ഹാൻഡിൽ ചെയ്ത് പോകുമ്പോൾ ഹ്യൂമൻ റിസോഴ്സിന് ഒരുപാട് ആവശ്യകത വരാതെയായി. പക്ഷെ പിന്നെ മനസ്സിലായി ഈ മെഷീൻ കൊണ്ട് മാത്രം നമുക്കൊരു കമ്പനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് വരുന്നത് അതിനെല്ലാം കൈകാര്യം ഹാൻഡിൽ ചെയ്യുന്ന മെഷീനെ ആണെങ്കിലും ഓപ്പറേറ്റ് ചെയ്തെങ്കിലും നമുക്കറിയാം അവിടെ മതിയായ ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമുണ്ട് അല്ലെ. അവിടെ ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിന്റെ മെയിൻ ആയിട്ടുള്ള റിസോഴ്സ് അല്ലെ, മെയിൻ ആയിട്ടുള്ള ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പൊ കൂടുതലായിട്ട് അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ മാത്രമാണ് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് പിന്നീടുള്ള കാലഘട്ടത്തിൽ മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ ഹ്യൂമൻ റിസോഴ്സിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. The main difference between personal management and human resource management lies in their scope and orientation. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പഴയ കാലഘട്ടത്തിൽ നിന്നും ഇതിന്റെ വ്യാപ്തി അല്ലെ, ആ ഹ്യൂമൻ റിസോഴ്സിന്റെ ആ ഒരു വ്യാപ്തി അത് വികസിച്ചു വന്നു. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. While the scope of a personal management is limited and has an inverted approach, workers are viewed as tools. Okay, നമുക്കറിയാം പഴയ കാലഘട്ടത്തിലാണെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ അല്ലെ ഒരു നിശ്ചിത ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അതായത് ഒരു വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉപകരണം മാത്രമായിട്ടാണ് പഴയ കൺസെപ്റ്റിൽ വരുന്നത്. Then here the behavior of the worker can be manipulated as per the competence of the organization and are replaced when they are gone out. ഓക്കെ, നമുക്കറിയാം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ വർക്കർ എന്ന് പറയുന്നത് അല്ലെ അത് വളരെ പ്രധാനപ്പെട്ട മൂല്യത്തോട് കൂടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. അവരെ ആ വർക്കിംഗ് കണ്ടീഷൻ അവരെയൊക്കെ അണിനയിപ്പിച്ചു കൊണ്ടുപോയാൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷന് എന്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അവര് മാറ്റി സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ റിസ്ക്. ഇപ്പൊ ഒരു മെഷീൻ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ഇച്ചിരി അല്ലെ മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ വേറെ ഒരെണ്ണം റിപ്ലേസ് ചെയ്യാം. അതേസമയം ഒരു വ്യക്തിക്ക് പകരം നമുക്ക് ഓടിക്കുന്നത് വേറൊരു വ്യക്തിയെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ബിഹേവിയർ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ കഴിവുകള് അവരുടെ ആ ഒരു നോളജ് അല്ലെങ്കിൽ അതെല്ലാം വ്യത്യസ്തമാണ് അല്ലെ. ഇപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ പെട്ടെന്നൊന്ന് മാറ്റി വേറൊരു വ്യക്തിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്ത അതേ
ചിലപ്പോൾ അതേ പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിലുള്ള റിസൾട്ട് മറ്റൊരു വ്യക്തിക്ക് നേടിത്തരാനായിട്ട് സാധിച്ചെന്ന് വരില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പേഴ്സണൽ മാനേജ്മെന്റിൽ നിന്ന് ഇച്ചിരി കൂടി വ്യത്യസ്തമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. Then on the other hand, the human resource management has a wider scope and considers the employees as the asset to the organization. ഇതിലെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് എന്താണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പ്രധാനമായിട്ടും പറയുന്നത് അവിടുത്തെ ഹ്യൂമൻ എഫേർട്ട് എന്ന് പറയുന്നത് അസറ്റ് ആണ് അല്ലെ. ഒരു പ്രധാനപ്പെട്ട നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ടൂൾ മാത്രമാണ്. വർക്കേഴ്സ് ആർ വ്യൂഡ് ആസ് എ ടൂൾ, ഒരു ഉപകരണം മാത്രമായിട്ടാണ് കണ്ടതെങ്കിൽ ഈ കാലഘട്ടത്തില് ഓർഗനൈസേഷന്റെ അസറ്റ് ആണ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എംപ്ലോയീസ് ആസ് ദ അസറ്റ് ടു ദ ഓർഗനൈസേഷൻ, ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇറ്റ് പ്രൊമോട്ട്സ് മൾട്ടിനാഷണൽ എന്താണ് mutually in terms of goals, responsibilities, rewards, etc. that will help in enhancing the economic performance and a higher level of human resource development. Okay, നമുക്കറിയാം ഇത് സാമ്പത്തികമായിട്ടുള്ള എന്ത് വികസനത്തിനാണെങ്കിലും അല്ലെ, നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസിന്റെ ഹെൽപ്പ് അവിടെ ആവശ്യമാണ് അല്ലെ. ലക്ഷ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, റിവാർഡുകൾ ഇതെല്ലാം തന്നെ നമ്മൾ കൊടുത്താൽ മാത്രമാണ് ഹ്യൂമൻ റിസോഴ്സ് നന്നായിട്ട് കാര്യക്ഷമമായിട്ട് അത് ആക്ട് ചെയ്യുള്ളൂ അല്ലെ. ഒരു ഹ്യൂമൻ അവിടെയുള്ള ഓരോ കമ്പനിയിലാണെങ്കിലും ഓരോ എംപ്ലോയീസിനും അവർക്ക് ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. അവർക്ക് എന്താണ് ഗോൾ അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. അതനുസരിച്ചിട്ടുള്ള അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന റിവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്താൽ മാത്രമാണ് അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് എന്താണ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട്, അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്രോതസ്സായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ, കമ്പനിയെ മൂവ് ചെയ്ത് എടുക്കാനായിട്ട് എന്താണ് അവിടുത്തെ ഹ്യൂമൻ എഫേർട്ട് റെഡിയാവുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പാണ്. അവിടെ അസറ്റ് ആയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ആണോ? ആണോ? ഓക്കെ, ഇപ്പൊ നിങ്ങൾ 2 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Then next, definition of a personal management. ഓക്കെ, നോക്കാം എന്താണ് നമുക്കറിയാം. ഇപ്പോ പറയാം, അതായത് the main difference personal management and human resource management lies in the scope and orientation. അതായത് നമുക്കറിയാം അതിന്റെ ആ വ്യാപ്തിയിലാണ് അല്ലെ. അപ്പോ പഴയ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ഇപ്പോ എന്തുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇത്രയും പ്രാധാന്യം വരുന്നത്? അതായത് ഏതോ ഒരു കമ്പനിയുടെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അവിടെയുള്ള എംപ്ലോയീസ് എന്നുള്ളൊരു വ്യൂ പോയിന്റ് വന്നതുകൊണ്ടാണ്. വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ കാഴ്ചപ്പാട് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയും പ്രാധാന്യമുണ്ട് അല്ലെ. അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, അതായത് ഹ്യൂമന്റെ എഫേർട്ട് അത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്, വൈഡാണ്. അപ്പൊ പഴയ കാലഘട്ടത്തില് പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. ആ പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ആയിരിക്കും ഒരു പേഴ്സണൽ മാനേജറിന്റെ റോള് അവിടെ നടപ്പാക്കി പോകുന്നത്. വലിയ വലിയ കമ്പനിയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ പ്രധാനമായിട്ട് വർക്കേഴ്സ് എന്ന് പറയുന്നത് വ്യൂഡ് ആസ് എ ടൂൾ എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ പറയുന്നത്, അതായത് ഒരു ഉപകരണം. നമ്മളിപ്പോ ഒരു ആ കാലഘട്ടങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളത് ഹ്യൂമൻ എഫേർട്ടാണ് അവിടെ കൂടുതലായിട്ട് വിനിയോഗം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഹ്യൂമൻ എഫേർട്ട് ഒരു ടൂൾ ഉപകരണമാക്കി എടുത്തിട്ടാണ് അവർക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തില് മിക്കവാറും എല്ലാം മെഷീന്റെ കാര്യങ്ങളിൽ അല്ലെ, മെഷീനാണ് ആ ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന കഴിവെല്ലാം ആരെയില്ല, ഹ്യൂമന്റെ എഫേർട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹ്യൂമന്റെ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏതോ ഒരു ബിസിനസ് പിടിച്ചു നൽകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ ഒരു ഡിഫറൻസിൽ എടുത്തു പറയുന്നത്. അപ്പൊ അതിന്റെ ആ വേരിയേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. പഴയ കാലഘട്ടത്തിൽ ഇത് viewed as workers are viewed as a tool ആണെങ്കിൽ ഈ കാലഘട്ടത്തിൽ എംപ്ലോയീസ് ആസ് ദ അസറ്റ് ടു ദ ഓർഗനൈസേഷൻ. ആ ഒരു മെയിൻ ഡിഫറൻസ് ഒക്കെ അല്ലേ? ഓക്കെയാണോ? ഓക്കെയാണോ? യെസ്. അതേമാതിരി തന്നെ പഴയ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പാണ് അതിലുള്ളത്.
അതായത് നമുക്കറിയാം ഒരു പേഴ്സണൽ മാനേജർ ചിലപ്പോൾ ആണെങ്കിൽ ഒരു യൂണിയനൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. അവരുടെ എന്തെങ്കിലും അല്ലെ നമുക്കറിയാം സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് എങ്കിൽ ഒരു മധ്യസ്ഥന്റെ റോള് മാത്രമാണ് എന്താണ് പേഴ്സണൽ മാനേജറിന് ഉണ്ടാകുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അതല്ല. അവിടെയുള്ള ഹ്യൂമന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കണം അല്ലെ. അവർക്ക് ചിലപ്പോൾ ട്രെയിനിങ് ആവശ്യമുണ്ടാവാം, അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും റിവാർഡുകൾ കണ്ടെത്തി കൊടുക്കേണ്ടതുണ്ടാവാം, അതല്ലെങ്കിൽ യൂണിയൻ നേതാക്കളൊക്കെ ആയിട്ട് എന്താണ് എന്തെങ്കിലും നെഗോഷിയേറ്റ് അല്ലെ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ടാവാം. അങ്ങനെ ഒരുപാട് സ്കോപ്പ് അതിന്റെ അല്ലെ അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതായിട്ടാണ് ഈ കാലഘട്ടത്തില് കിടക്കുന്നത്. അതാണ് മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സ്കോപ്പ് ഈസ് ലിമിറ്റഡ് ആണ് എങ്കിൽ ഈ കാലഘട്ടത്തില് അതായത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള തലത്തിലേക്ക് വരുമ്പോൾ അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വൈഡാണ്. ഓക്കെയാണോ? അങ്ങനെ രണ്ട് മെയിൻ ഡിഫറൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് വീണ്ടും അടുത്ത ഒരു ഇതിലേക്ക് പോവാം. മൂവ് ചെയ്യാലോ? ഓക്കെ, okay. Personal management is the definition of a personal management. Personal management is a part of a management that deals with the recruitment, hiring, staffing, development, and compensation of the workforce, and their relation with the organization to achieve the organizational objectives. The primary function of the personal management are divided into two categories. ഓക്കെ, നമുക്ക് നോക്കാം. അതിലെ പ്രധാനമായിട്ടും പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെ അവിടെ ഒരു ഇതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ഇങ്ങനെ ഹ്യൂമന് വേണ്ടിയിട്ട് അവിടെയുള്ള റിസോഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു പോസ്റ്റ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഫങ്ഷൻസ് എന്താണെന്നുള്ളത് പ്രധാനമായിട്ടും പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം അല്ലെ ആ ലക്ഷ്യം എന്താണോ അത് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും എന്താണ് അവിടെയുള്ള വർക്കേഴ്സ് വർക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ആ വർക്കേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കേണ്ടതുണ്ട്. അതായത് എത്രത്തോളം വർക്കേഴ്സുകൾ ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തണം. എംപ്ലോയീസിനെ അങ്ങനെ അനുയോജ്യമായ എംപ്ലോയീസിനെ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് നടപടികൾ എടുക്കേണ്ടതായിട്ട് വരും? റിക്രൂട്ട്മെന്റ് നടപടികൾ എടുക്കണം അല്ലെ. അതായത് ഇന്ന ജോലിക്ക് അർഹമായ വ്യക്തികളിൽ നിന്ന് ആപ്ലിക്കേഷൻസ് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾ എടുക്കണം. ദെൻ റിക്രൂട്ട്മെന്റ് നടപടികൾ എടുത്താൽ പോരാ, എന്താണ് അതെല്ലാം സ്വീകരിച്ച് ഹയർ ചെയ്ത് വിളിച്ചിട്ട് അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ പോസ്റ്റ് ചെയ്യണം അല്ലെ. അത് ഇവാലുവേറ്റ് ചെയ്ത് സെലക്ഷൻ നടപടികൾ നടത്തി ഇന്റർവ്യൂകളൊക്കെ നടത്തി എന്താണ് കൃത്യമായിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ആ സ്റ്റാഫുകൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. ദെൻ അപ്പോയിന്റ്മെന്റ് കൊടുത്താൽ മാത്രം പോരാ, അവരുടെ എന്താണ് ഡ്യൂട്ടിയിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്തതിനു ശേഷം അവരുടെ പെർഫോമൻസുകളൊക്കെ വിലയിരുത്തണം. ഒരു പെർഫോമൻസുകളൊക്കെ വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തികൾക്ക് ചിലപ്പോൾ ഏബിൾ ആയിരിക്കില്ല അല്ലെ. അവരുടെ സ്കില്ലിന് അല്ലെങ്കിൽ നോളജ് കൃത്യമായിട്ട് തന്നെ ഓക്കെ അല്ലാതെ തോന്നിയാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവാം. ഇൻ കേസ് ഒന്നും കൂടി പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് ചെയ്തു കൊടുക്കാൻ ആവശ്യമായിട്ട് എന്തെങ്കിലും കോമ്പൻസേഷൻ പാക്കേജുകൾ കൊണ്ട് സാധിക്കുമോ അത് ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ ഇതെല്ലാം കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ അവിടെ ഓരോ എംപ്ലോയിനെയും വാർത്തെടുത്ത് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അല്ലെ ഒരു നേതൃത്വ നിരയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ HRM ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് HRM അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് എന്താണെന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാം. ചില ചെറിയ ഫോമുകളാണെങ്കിൽ ഒരു ചെറിയൊരു പേഴ്സന്റെ പോസ്റ്റ് ആയിരിക്കും. വലിയ കമ്പനികളാകുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഒരു പോസ്റ്റ് ആയിട്ടായിരിക്കും അവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ ഏതോ ഒരു പേഴ്സണൽ മാനേജർ ആണെങ്കിലും ഇത്തരം കാര്യങ്ങൾ അല്ലെ അവിടെയുള്ള എംപ്ലോയീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലീഡ് ചെയ്യേണ്ടത്. ഓക്കെയാണോ? എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളത്? ഐഡിയ കിട്ടിയോ? ഓക്കെയാണോ? ഇവിടെ പറയേണ്ടതുണ്ടോ? The primary function of personal management are divided into two categories. അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആൻഡ്
മാനേജീരിയൽ ഫങ്ഷൻസ്. അപ്പോ എന്താണ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് നോക്കാം. അതിലെന്താണ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ കൺസേൺഡ് വിത്ത് പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ജോബ് എവാലുവേഷൻ, എംപ്ലോയി വെൽഫെയർ, യൂട്ടിലൈസേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ്. അപ്പോ എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ മുകളിലുള്ള ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതില് പ്രധാനമായിട്ടും ഏതൊക്കെ ഫങ്ഷൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ടെന്നുള്ളത് ചോദിച്ചാലും മനസ്സിലാക്കുക. ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആൻഡ് മാനേജീരിയൽ ഫങ്ഷൻസ്. ഇതിൽ ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ പ്രധാനമായിട്ടും ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണോ ഉള്ളതെന്ന് നോക്കാം. അതില് എന്താണ് പ്രധാനമായിട്ടും പറയുന്നുണ്ട് അല്ലെ, ഓപ്പറേറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനമായിട്ടുള്ള ധർമ്മങ്ങളാണ് അല്ലെ. അത് മാനേജീരിയലുമായിട്ടുള്ള ഫങ്ഷൻസ് അല്ല. അതായത് പ്രവർത്തനങ്ങൾ, അവിടെ ഓരോ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അല്ലെ, അത് ഇതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് കൺസേൺഡ് വിത്ത് പ്രൊക്യൂർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭരണം എന്ന് വെച്ചാൽ വ്യക്തികളെ നമ്മൾ കണ്ടെത്തി നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതുണ്ട് അല്ലെ. ഒരു പോസ്റ്റിംഗ് വന്നിട്ട് കുറെ നാളത്തേക്ക് വെക്കേണ്ടതായിട്ട് കിടന്നിട്ട് അവിടെ ആകെ ഒരു ബുദ്ധിമുട്ട് അല്ലെ, എല്ലാ ഡ്യൂട്ടികളിലെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതിന് നേരത്തെ കൂട്ടി നമ്മൾ സംഭരിച്ച് വെക്കേണ്ടതുണ്ട്. എംപ്ലോയീസിനൊക്കെ കണ്ടെത്തി നിലനിർത്തി പോകേണ്ടതുണ്ട്. then എന്താണ് അതേമാതിരി തന്നെ അവരുടെ ഡെവലപ്മെന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർക്ക് കൂട്ടി കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോബ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ ജോലിയിൽ എന്തെങ്കിലും അല്ലെ ചിലപ്പോൾ ടൈം ഷെഡ്യൂൾ ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തിയേക്ക് അവർക്ക് ആ ഒരു ടൈം അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവാം. അതല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് അല്ലെ, അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ PF ഇൻഷുറൻസ് പാക്കേജുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ദെൻ യൂട്ടിലൈസേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ്. നമുക്കറിയാം അവിടെ എന്താണ് എന്തെങ്കിലും എന്താണ് ജീവനക്കാർക്ക് തൃപ്തികരമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ മാനേജ്മെന്റിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ബാർഗെയിൻ ചെയ്തിട്ട് അല്ലെ അവിടെ വിലപേശി അവര് നേടിയെടുക്കേണ്ടതുണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ച് അവരെ സംതൃപ്തിപ്പെടുത്തുന്ന ഡ്യൂട്ടികളൊക്കെ ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഫംഗ്ഷനുകളെ നമ്മൾ പറയുന്നത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആണ്. ഇനി മാനേജീരിയൽ ഫങ്ഷൻസ് എന്താന്ന് നോക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പ്ലാനിങ്, ഓർഗനൈസേഷനിൽ ഇത്രയും എംപ്ലോയീസ് വേണം, അത് നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്യേണ്ട. നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് അറേഞ്ച് ചെയ്ത് വെക്കുക, ഇത്രയും പേഴ്സൺസ് ഒക്കെ വേണം എന്നുള്ളത് ആ ഒരു പ്ലാനിങ് നടപടികൾ, അല്ലെങ്കിൽ അവരെ സംഘടിപ്പിക്കുന്ന ഓർഗനൈസിങ് നടപടികൾ, അല്ലെങ്കിൽ അവരെ ഈ ഒരു രീതിയിലേക്ക് ഇന്നതാണ് അവരുടെ ഡ്യൂട്ടികൾ, ഓരോരുത്തർക്കും ഓരോ മേഖലകളിലും ഇന്ന ഡ്യൂട്ടികളാണ് എന്നുള്ള ഒരു ഡയറക്ഷനിലേക്കൊക്കെ എത്തിക്കുന്നത്. ദെൻ അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുക, ദെൻ അവരെ കൺട്രോൾ ചെയ്യുക, അതിന്റെ കോർഡിനേറ്റ് ചെയ്യുക. അതായത് എല്ലാത്തിനെയും ഏകോപിപ്പിച്ച് എന്താണോ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം, ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ആർ ദ ബേസിക് മാനേജീരിയൽ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള എന്താണ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഒക്കെ ഉള്ളതോടൊപ്പം തന്നെ പിന്നെ ഇവിടെ ഡ്യൂട്ടിയിലായിരിക്കുന്ന വ്യക്തികളെ ഇവാലുവേറ്റ് ചെയ്ത് ചിലപ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ അവർക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ കൊടുക്കേണ്ടത് വരും. അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബാർഗെയിൻ ചെയ്ത് ചിലപ്പോൾ ഈ യൂണിയന്റെ നേതൃത്വത്തിൽ അവരെന്തെങ്കിലും ബാർഗെയിൻ ചെയ്യാനായിട്ട് എംപ്ലോയിയുടെ അടുത്തേക്ക് വരും. അപ്പൊ അവിടെ ഒരു ഇടനിലക്കാരനൊക്കെ ആയിട്ട് പ്രവർത്തിക്കേണ്ട ഡ്യൂട്ടി ഉണ്ടാവും. അങ്ങനെയുള്ള പ്രവർത്തനാത്മകമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. നേരത്തെ കൂട്ടിയുള്ള മാനേജീരിയൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളും ഇദ്ദേഹം തന്നെയാണ് കാഴ്ചവെക്കുന്നത്, ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് ആണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം.
ഓക്കെയാണോ? നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് കൂടി നമുക്ക് എടുത്തു നിർത്തിയേക്കാം. The management has been supported by human resource management as the development of the technology has taken place and the humans are replaced by machines. Okay, നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ കാലഘട്ടങ്ങളിലായപ്പോഴേക്കൊക്കെ അല്ലെ നമുക്ക് ഹ്യൂമൻ ടെക്നോളജി ഡെവലപ്മെന്റ് ആയി. അപ്പൊ ടെക്നോളജി ഡെവലപ്മെന്റ് ആയതോട് കൂടിയിട്ട് എന്താണ് അവിടെ ഹ്യൂമൻ റിസോഴ്സിന് പകരം ടെക്നോളജിയാണ് കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്തതായിട്ട് വരുന്നത്. ടെക്നോളജിയോടൊപ്പം തന്നെ എന്താണ് നമുക്കറിയാം, അത് മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു മാൻ പവറും അവിടെ ആവശ്യകതയായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് അങ്ങനെ ഒരു അധിക ചുമതല കൂടിയുണ്ട് അല്ലെ. പഴയ കാലഘട്ടത്തിലെ അപേക്ഷിച്ച് ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ, അവര് അല്ലെങ്കിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി മാത്രമാണ് HRM മാനേജർ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ആ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ പോരാ, അവർക്ക് ആവശ്യമല്ലേ അവർ ആ സ്ഥാപനത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ തൃപ്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്തിട്ട് അവർ മാക്സിമം എഫേർട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് is that specialized and organized branch of management which is concerned with the acquisition, maintenance, development, utilization and coordination of the people at work in such a manner that they will give their best to the enterprises. Okay, നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഒരു പ്രധാനമായിട്ട് ഒരു എന്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം അതില് നല്ല രീതിയിൽ വർക്കേഴ്സ് അവിടെയുള്ള വർക്കർമാര് നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്ത് നല്ല റിസൾട്ട് നേടിയെടുക്കുക അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തില് അവര് എന്താണ് നിലനിർത്തി പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പല കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിങ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓർഗനൈസ്ഡ് ഒരു ബ്രാഞ്ച് ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് അക്വിസിഷൻ അല്ലെ. അവിടെ പ്രധാനമായിട്ടും പറയുന്നതും നമ്മളെ തൊഴിലാളികളെ കണ്ടെത്തുക അല്ലെങ്കിൽ അവരെ പരിപാലിച്ചുകൊണ്ട് പോവുക, അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരുടെ സ്കില്ലും നോളജ് ഒക്കെ വികസിപ്പിക്കുക, അവരെ മാക്സിമം ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക അല്ലെ, ഉപയോഗപ്രദമാക്കിയെടുക്കുക. ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുമ്പോഴൊരു ഏകോപനം നടത്തേണ്ടതുണ്ട്. കാരണം ഒരു ഭിന്നിപ്പം ഇതൊന്നും വരാൻ പാടില്ല അല്ലെ, അങ്ങനെ ഒരു ഭിന്നിപ്പൊന്നും വരാൻ പാടില്ലാത്തതുമാണ്. അത് മാത്രമല്ല എല്ലാ ബ്രാഞ്ചുകളുടെ മറക്കൊക്കെ ഏകോപിച്ചു കൊണ്ടുപോയാൽ മാത്രമേ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ കോർഡിനേഷനും ആവശ്യമാണ്. കോർഡിനേഷൻ ഓഫ് പീപ്പിൾ അറ്റ് വർക്ക് in such a manner that they will give their best to the enterprise. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു എന്റർപ്രൈസിന് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ട് അത് പോകാനായിട്ട് സാധിക്കും. It refers to a systematic function of a planning for the human resource needs and demands selection, training, compensation and performance appraisal to meet those requirements. Okay, അപ്പൊ അവരുടെ ഈ ആവശ്യങ്ങളെല്ലാം കണ്ടെത്താനൊക്കെ ആയിട്ട് ഒരു ശാസ്ത്രീയമായ രീതിയിലൊക്കെ അന്വേഷണം നടത്താം അല്ലെ. വെറുതെ അവിടെയുള്ള എംപ്ലോയീസിനെ തൃപ്തിപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു ദിവസം ഒരു കാര്യം അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തതുകൊണ്ട് കാര്യമില്ല. അവിടെയുള്ള മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ അവരെ തൃപ്തികരമാക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യകത എന്താണെന്ന് അവരുടെ ഡിമാൻഡ്സ്, അവരുടെ സെലക്ഷൻ കാര്യങ്ങൾ ഇൻ കേസ് അവരെ എന്താണ് കണ്ടെത്തുമ്പോഴേ അല്ലെ, അവിടെയുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് ഏറ്റവും യോഗ്യനായ കണ്ടെത്തുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം കണ്ടെത്താനായിട്ട്. നല്ല ട്രെയിനിങ് അല്ലെ, നല്ല കൃത്യമായിട്ട് തന്നെ അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ നേടിയെടുക്കാൻ ആവശ്യമായിട്ട് റിക്രൂട്ട്മെന്റ് തലത്തിൽ തന്നെ നല്ല നടപടികൾ എടുത്തിട്ട് വേണം, ശാസ്ത്രീയമായ രീതിയിൽ പഠിച്ചിട്ട് വേണം റിക്രൂട്ട്മെന്റിലൂടെ അപേക്ഷകൾ കണ്ടെത്താനായിട്ട്. അവരെ ടെസ്റ്റിംഗ് കാര്യങ്ങൾക്ക് വിധേയമാക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ എന്താണ് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിലേക്കൊക്കെ വിധേയമാക്കാനായിട്ട്. അവരെ ആ സെലക്ട് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു കമ്പനിക്ക് യോഗ്യനായ വ്യക്തിയാക്കി മാറ്റുക. ഇത് മാത്രം പോരാ, അവർ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല അഫോർട്ടോട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ പാക്കേജുകൾ കൊടുക്കണം. അങ്ങനെ അവരുടെ പെർഫോമൻസുകളൊക്കെ വിലയിരുത്തി മൂല്യമുള്ളതിനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടും മൂല്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനാണ്.
ഓക്കെ, അപ്പൊ നിങ്ങൾ വായിച്ചിട്ട് വരിക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.